വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, കപ്പൽ വിരുദ്ധ മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, UAV എന്നിവയുൾപ്പെടെയുള്ള ഏതു തരത്തിലുമുള്ള വ്യോമാക്രമണ ഭീഷണിയെയും പരമാവധി 70 കിലോമീറ്ററിനുള്ളിൽ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഇന്തോ ഇസ്രായേലി സർഫസ് ടു എയർ മിസൈലാണ് LRSAM അല്ലെങ്കിൽ MRSAM എന്നും അറിയപ്പെടുന്ന ബെരാക്ക്-8 മിസൈൽ സിസ്റ്റം. എന്നിരുന്നാലും 2014 നവംബറിൽ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള റേഞ്ച് അപ്ഗ്രേഡ് ചർച്ചയെ തുടർന്ന് മിസൈലിന്റെ പരമാവധി റേഞ്ച് 100 കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബെരാക്ക്-8 സിസ്റ്റത്തിന്റെ നാവികവും കരയും അടിസ്ഥാനമാക്കിയുള്ള പതിപ്പുകൾ നിലവിലുണ്ട്. ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, പ്രൊജക്ടൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഹ്രസ്വ ദീർഘദൂര വായുവിലൂടെയുള്ള ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനാണ് ബെരാക്ക്-8 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു അത്യാധുനിക ഫേസ്ഡ് അറേ മൾട്ടി മിഷൻ റഡാർ, 2-വേ ഡാറ്റ ലിങ്ക്, ഒരു ഫ്ലെക്സിബിൾ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നിവ ഉൾക്കൊള്ളുന്നു. ഇവയുടെ സംയോജനം എല്ലാ കാലാവസ്ഥയിലും രാവും പകലും ഒരേ സമയം ഒന്നിലധികം ടാർഗറ്റുകളിൽ ഇടപഴകാൻ ബെരാക്കിനെ പ്രാപ്തമാക്കുന്നു. ബെരാക്ക്-8 യഥാർത്ഥ ബെരാക്ക്-1 മിസൈലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ റേഞ്ച് വർദ്ധിപ്പിച്ചതിനോടൊപ്പം തന്നെ RIM-162 ESSM പോലെയുള്ള മീഡിയം റേഞ്ച് നാവിക സംവിധാനങ്ങളെക്കാൾ മികച്ചതാക്കുന്ന കൂടുതൽ വിപുലമായ സീക്കർ അവതരിപ്പിച്ചിരിക്കുന്നു. 2009 ജൂലൈ 30-ന് ഇസ്രായേൽ അതിന്റെ മെച്ചപ്പെട്ട ബെരാക്ക്-2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. ഇവയുടെ റഡാർ സംവിധാനം 360 ഡിഗ്രി കവറേജ് നൽകുന്നത് കൂടാതെ ഇവയിലെ മിസൈലുകൾക്ക് കപ്പലിൽ നിന്നും 500 മീറ്റർ അകലെയുള്ള ഇൻകമിംഗ് മിസൈലിനെ വരെ തകർക്കാൻ കഴിയുന്നു. ഇനി ബെരാക്ക്-8ന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി നൂതന ഗൈഡൻസ് സിസ്റ്റം. 4 പ്ലെയിൻ MF-STAR റഡാർ, മൾട്ടി ഫംഗ്ഷൻ സർവൈലൻസ് ട്രാക്ക്, ഡിറ്റക്ഷൻ റഡാർ സിസ്റ്റം എന്നിവയുമായാണ് ബെരാക്ക്-8ന്റെ ഗൈഡൻസ് സിസ്റ്റം വരുന്നത്. റഡാർ, മൾട്ടി ബീം, പൾസ് ഡോപ്ലർ, ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ ടെക്നിക്കുകൾ എന്നിവ ഉപയോഗിച്ച് സങ്കീർണമായ പരിസ്ഥിതികളിൽ വേഗത്തിൽ ചലിക്കുന്നതും താഴ്ന്ന RCS ലക്ഷ്യങ്ങളും കണ്ടെത്താൻ ഈ സിസ്റ്റം സഹായിക്കുന്നു. MF-STAR റഡാർ സംവിധാനം തങ്ങളുടെ മദർഷിപ്പിന് ചുറ്റും 360 ഡിഗ്രി കവറേജ് നൽകുന്നു. രണ്ടാമതായി ഹൈ കിൽ പ്രോബബിലിറ്റി. പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകൾക്ക് പേരുകേട്ടതാണ് ഇസ്രായേലി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ. ആരോ, അയൺ ഡോം തുടങ്ങിയ മിസൈൽ സംവിധാനങ്ങൾ ഈ കഴിവുകളാൽ വളരെ പ്രസിദ്ധമാണ്. അതിനാൽ തന്നെ ബെരാക്ക്-8നും വളരെ മികച്ച ഹൈ കിൽ പ്രോബബിലിറ്റി ആണുള്ളത്. മൂന്നാമതായി ഫയർ ആൻഡ് ഫോർഗെറ്റ് സാങ്കേതിക വിദ്യ. ഓൺബോർഡ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മിസൈലിന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് സ്വയം നയിക്കാനുള്ള കഴിവ് ലഭിക്കുന്ന മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഒരു പൊതുപദമാണ് ഫയർ ആൻഡ് ഫോർഗെറ്റ് സാങ്കേതിക വിദ്യ എന്നത്. നിയന്ത്രണത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നുമില്ലാതെ തന്നെ ടാർഗറ്റ് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അഡ്വാൻസ്ഡ് സീക്കർ മോഡ്യൂളുകളുമായാണ് ബെരാക്ക്-8 എത്തുന്നത്. അതോടൊപ്പം മിസൈലിലെ സജീവമായ റേഡിയോ ഇൻഫ്രാറെഡ് സീക്കറുകൾ ലക്ഷ്യത്തിലേക്ക് സ്വയം നയിക്കുന്നതിന് ഓൺബോർഡ് കമ്പ്യൂട്ടറുകൾക്ക് തത്സമയ ഡേറ്റ നൽകുന്നു. നാലാമതായി മൾട്ടി റോൾ കേപ്പബിലിറ്റി. മറ്റ് മിക്ക LRSAMകൾക്കും ലക്ഷ്യത്തെ കാര്യക്ഷമമായി ട്രാക്ക് ചെയ്യാനും നശിപ്പിക്കാനുമുള്ള പരമാവധി കുറഞ്ഞ റേഞ്ച് 3 കിലോമീറ്റർ ആയിരിക്കും. അതേസമയം ബെരാക്ക്-8ന്റെ ഏറ്റവും കുറഞ്ഞ റേഞ്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡ് ESSMനേക്കാളും കുറവായിരിക്കും. അതായത് 500 മീറ്റർ അടുത്തെത്തുന്ന ലക്ഷ്യങ്ങളെ പോലും തകർക്കാൻ ബെരാക്ക്-8ന് കഴിയും. അഞ്ചാമതായി ഉയർന്ന മനുവറബിലിറ്റി. ബെരാക്ക്-8ന് ത്രസ്റ്റ് വെക്ടർ കൺട്രോളുകളോടെ വരുന്ന തദ്ദേശീയമായ ഡ്യുവൽ പൾസ് റോക്കറ്റ് മോട്ടോർ വളരെ ഉയർന്ന മനുവറബിലിറ്റി നൽകുന്നു. ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് ലക്ഷ്യങ്ങളിലും സൂപ്പർസോണിക് സീ സ്കീമിംഗ് ലക്ഷ്യങ്ങളിലും ഇടപഴകാൻ ഈ കഴിവ് മിസൈലിനെ പ്രാപ്തമാക്കുന്നു. ആറാമതായി ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഇടപഴകാനുള്ള കഴിവ്. ഒരൊറ്റ ബെരാക്ക് സിസ്റ്റത്തിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഇടപഴകാൻ കഴിയുന്നത് വഴി സാച്ചുറേഷൻ ആക്രമണങ്ങളിൽ ആവശ്യമായ പ്രതിരോധം നൽകുന്നു. നമ്മുടെ കൊൽക്കത്ത ക്ലാസ് ഡിസ്ട്രോയറുകൾ നിലവിൽ 4x8 സെൽ ബെരാക്ക്-8 VLS മാത്രമേ വഹിക്കുന്നുള്ളൂ. അതേസമയം ഇതേ റേഞ്ചിലുള്ള മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ഇരട്ടി എണ്ണം എയർ ഡിഫൻസ് മിസൈലുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഇന്ത്യൻ ഡിസ്ട്രോയറുകൾ 32 മിസൈലുകൾ മാത്രം ഉപയോഗിക്കുന്നത്. ഈ നീക്കം വഴി ബെരാക്ക്-8 സംവിധാനത്തിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ വിശ്വാസമാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇനി നമുക്ക് ബെരാക്ക്-8 മിസൈലിന്റെ നിർമ്മാണത്തിലെ ഇന്ത്യയുടെ പങ്ക് എന്താണെന്നൊന്ന് വിശദമായി നോക്കാം. ഇന്ത്യക്ക് ബെരാക്ക്-8ന്റെ നിർമ്മാണത്തിൽ ഇസ്രായേലിനെ സാങ്കേതികമായി സഹായിക്കേണ്ടി വന്നിരുന്നില്ല. കാരണം ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ ശല്യം കാരണം തന്ത്രപരമായ മിസൈൽ മേഖലയിൽ ഇന്ത്യയെക്കാളും ഏറെ മുന്നിലാണ് ഇസ്രായേൽ. പകരം നിലവിൽ ലഭ്യമാകുന്ന ഏതൊരു ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലിനേക്കാളും മികച്ച ജോലി ചെയ്യുന്ന ഒരു മിസൈൽ ആഗ്രഹിച്ചതിനാൽ ഇന്ത്യ ഇസ്രായേലിനെ സാമ്പത്തികമായി സഹായിക്കുകയാണുണ്ടായത്. ബെരാക്ക്-8 പദ്ധതി ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും ലോകോത്തര വിമാനവിരുദ്ധ മിസൈലുകൾ എങ്ങനെ വികസിപ്പിക്കാമെന്ന ആശയം നൽകി. മിസൈലിന്റെ പ്രൊപ്പൽഷൻ, ഇന്ധന ഭാഗം, IIRC എന്നിവ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഇസ്രായേൽ സെൻസറുകളും ഹോമിംഗ് മെക്കാനിസവും വാർഹെഡും നിർമ്മിക്കുന്നു. കൂടാതെ ഇന്ത്യൻ BVR എയർ ടു എയർ മിസൈലായ അസ്ത്ര മിസൈൽ ബെരാക്ക്-8ൽ നിന്നും നേടിയ അനുഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ്.
അതോടൊപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യ ബരാക് 8 വികസിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിന് ബ്രഹ്മോസിന്റെ സമാന സവിശേഷതകളുള്ള ഇന്ത്യക്ക് ഭീഷണിയായ ചൈനീസ് CX-1 അല്ലെങ്കിൽ CM-400 AKG മിസൈലുകളെ പ്രതിരോധിക്കാനാണ്. അതിനാൽ മാക് 3 മിസൈലുകളെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഒരു ഇന്റർസെപ്റ്റർ നിർമ്മിക്കുക എന്ന ലക്ഷ്യമാണ് ബരാക് 8ന്റെ നിർമ്മാണത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം. ചൈന CM-400 AKG മിസൈലുകൾ പാകിസ്ഥാനും കൈമാറിയിരുന്നതിനാൽ ഈ ഭീഷണികളെ ഇല്ലാതാക്കാൻ ബരാക് 8 ഇസ്രായേലുമായി ചേർന്ന് ഇന്ത്യ സംയുക്തമായി വികസിപ്പിച്ചെടുത്തു. CM-400 AKG പ്രവർത്തനക്ഷമമല്ല അല്ലെങ്കിൽ ഇപ്പോഴും വികസന ഘട്ടത്തിലാണെന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും മാക് 3 മിസൈലുകളെ പ്രതിരോധിക്കാൻ ആവശ്യമായ ഒരു സിസ്റ്റം നല്ലതാണെന്ന് ഇന്ത്യ കരുതപ്പെടുന്നു. അതിനാൽ ഉയർന്ന സൂപ്പർസോണിക് മിസൈലുകളുടെ കൊലയാളിയായ S-400നൊപ്പം ബരാക് 8ഉം ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. ഇനി നമുക്ക് ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ ബരാക് 8 സിസ്റ്റത്തിന് കഴിയുമോ എന്നൊന്ന് വിശദമായി നോക്കാം. ഇന്ത്യ ഇതിനോടകം തന്നെ ബ്രഹ്മോസ് മിസൈൽ പ്രവർത്തിപ്പിക്കുന്നതിനാൽ ഇത് ബ്രഹ്മോസ് സംവിധാനങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് നമുക്ക് പറയാനാകില്ല. എന്നിരുന്നാലും ബ്രഹ്മോസ് മിസൈൽ ഉരുത്തിരിഞ്ഞ എക്കോണ്ട് മിസൈൽ പരിഗണിക്കുമ്പോൾ അവ ഇസ്രായേലിന്റെ ശത്രുക്കളുടെ കൈകളിലും എത്തിയിരുന്നു. അതിനാൽ ബരാക് 8 നിർമ്മിച്ചതിന്റെ പിന്നിലെ പ്രധാന കാരണം ഈ മിസൈലിനെ പ്രതിരോധിക്കാനാണെന്ന് ഇസ്രായേലിന്റെ ശത്രുരാജ്യങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്രായേൽ കപ്പലുകൾ ഹ്രസ്വദൂര സർഫസ് ടു എയർ മിസൈലുകൾ മാത്രമായിരുന്നു വഹിച്ചിരുന്നത്. കൂടാതെ എക്കോണ്ട് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ശത്രുക്കളുടെ ആക്രമണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആധുനിക റഡാറുകളും ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്നില്ല. ഈ പ്രശ്നത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമായിരുന്നു ബരാക് 8ന്റെ നിർമ്മാണം. പരമാവധി 100 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾക്കൊപ്പം 30 മുതൽ 35 കിലോമീറ്റർ പരിധിയിൽ സീ സ്കിമ്മിംഗ് മിസൈലുകൾ കണ്ടെത്താൻ കഴിയുന്ന MF സ്റ്റാർ റഡാറുമായി ചേർന്നാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം 300 മീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള റേഞ്ചിലെത്തുന്ന ഏതൊരു മിസൈലിനെയും തകർക്കാൻ ബരാക് 8ന് കഴിയുന്നു. അതിനാൽ തന്നെ ഒരു കപ്പലിൽ നിന്നും 500 മീറ്റർ അകലെ വരെ ഒരു ബ്രഹ്മോസിനെ തടയാൻ ഒരൊറ്റ ബരാക് 8 മിസൈലിന് കഴിയുമെന്ന് അവകാശവാദങ്ങളുണ്ട്. ബരാക് 8ന് വളരെ കൃത്യവും ആക്റ്റീവുമായ ഒരു ഹോമിംഗ് റഡാർ സീക്കർ ഉണ്ടെന്നതാണ് ഈ അവകാശവാദങ്ങൾക്ക് പിന്നിലെ ഒരു കാരണം. ബരാക് 8ന് അതിന്റെ തന്നെ റഡാർ ഉപയോഗിച്ച് ഇൻകമിംഗ് മിസൈലിനെ ലോക്ക് ചെയ്യാനും MF സ്റ്റാറിന് 24 ബരാക് 8 മിസൈലുകളെ ഒരേ സമയം 12 ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാനും കഴിയുമെന്നതിനാലും ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ ഇവയ്ക്ക് കഴിയുമെന്ന് കരുതപ്പെടുന്നു. പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ മിസൈൽ സംവിധാനം കൃത്യവും ഉയർന്ന നിലവാരവും തത്സമയ സാഹചര്യ ചിത്രം നൽകുകയും കഠിനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ പോലും കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ലക്ഷ്യങ്ങളെ വേർതിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പുതിയതും നൂതനവുമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഒരു ഡിജിറ്റൽ ആക്റ്റീവ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് അറേ റഡാർ സംവിധാനമാണ് ബരാക് 8ന്റെ റഡാർ സംവിധാനം. ബരാക് 8 മിസൈൽ സംവിധാനത്തിന് എല്ലാ കാലാവസ്ഥയ്ക്കും പുറമെ രാത്രിയും പകലും പ്രവർത്തിക്കാൻ കഴിയും. കഠിനമായ സാച്ചുറേഷൻ സാഹചര്യങ്ങളിൽ പോലും ഒരേ സമയം ഭീഷണിപ്പെടുത്തുന്ന ഇടപെടലുകളെ വിജയകരമായി നേരിടാൻ ഇവ പ്രാപ്തമാണ്. നിലവിൽ ഇന്ത്യൻ നാവികസേനയിൽ സേവനത്തിലുള്ള എല്ലാ പ്രോജക്ട് 15A ഡിസ്ട്രോയറുകളിലും കമോർത്ത ക്ലാസ് കോർവെറ്റുകളിലും പരീക്ഷിച്ചതും തെളിയിക്കപ്പെട്ടതുമായ ബരാക് 8 ഒരു സ്റ്റാൻഡേർഡ് ആയുധമാണ്. കൂടാതെ വിശാഖപട്ടണം ക്ലാസ് ഡിസ്ട്രോയറുകളിലും പ്രോജക്ട് 17A ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റുകളിലും നവീകരിച്ച പതിപ്പായ ബരാക് 8 ER സജ്ജീകരിച്ചിരിക്കുന്നു.